ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളിൽ തന്നെ കണ്ണേറും സിഹറും ഏൽക്കാൻ ഒരുപാട് സാധ്യതയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ കണ്ണേറ് ബാധിച്ചാൽ അല്ലെങ്കിൽ സിഹർ ബാധിച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് കണ്ണേറും കൊതിയും കിട്ടിയാൽ ഇതാണ് അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ. 3 വഴികളുണ്ട്. 3 വഴികൾ ഏതൊക്കെയാണെന്ന് വിശദമായി ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അവസാനം വരെ കാണുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് പ്രദാനിക്കുമാറാവട്ടെ. നമ്മളോട് ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്തുകൾ പറഞ്ഞിട്ടുണ്ടോ അല്ലാഹു അവരുടെയും നമ്മുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ. രോഗങ്ങൾക്ക് അല്ലാഹു ശിഫാ നൽകട്ടെ. മരണപ്പെട്ടുപോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ കണ്ണേറ് ബാധിച്ചാൽ, സിഹർ ബാധിച്ചാൽ എങ്ങനെ തിരിച്ചറിയാൻ പറ്റുമെന്ന് വിശാലമായി പറഞ്ഞിരുന്നു. ആ വീഡിയോ കാണാൻ നമ്മുടെ ചാനൽ സന്ദർശിക്കുക. നമ്മുടെ ചാനലിൽ ആ വീഡിയോ ഉണ്ട്. അപ്പോൾ ഒരുപാട് പേര് ആ വീഡിയോകൾക്ക് താഴെ ഉസ്താദേ ശരിയാണ്, ഉസ്താദ് പറഞ്ഞ പല കാര്യങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നു കഴിഞ്ഞു, പല കാര്യങ്ങളും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, വലിയ പ്രയാസത്തിലാണ്, ഇനി എന്താണ് ഈ കണ്ണേറ്, ഈ ഒരു സിഹറിൻ്റെ ഒരു പ്രയാസം മാറാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നും പല ഉമ്മമാരും ഉപ്പമാരും വീഡിയോകൾക്ക് താഴെ കമൻ്റായി ചോദിച്ചിരുന്നു. ഇൻഷാ അല്ലാഹ് അതിനുള്ള ഒരു പോംവഴിയായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ണേറ്, സിഹർ, കരിനാക്ക്, കൊതി എന്തെല്ലാം ശൈത്വാനികപരമായ, ജിന്നുപരമായ, മനുഷ്യപരമായ ഉപദ്രവങ്ങളുണ്ടോ എല്ലാത്തിനെ തൊട്ടും അല്ലാഹു നമ്മളെ എല്ലാവരെയും സലാമത്താക്കുമാറാവട്ടെ, കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആദ്യമായി തന്നെ പറയട്ടെ, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹു തആല ലോകത്ത് എന്തെങ്കിലും ഒരു ഉപദ്രവം, അതായത് എന്തെങ്കിലും ഒരു രോഗം ഇറക്കിയിട്ടുണ്ടെങ്കിൽ ആ ഉപദ്രവം, ആ രോഗം മാറ്റാനുള്ള മരുന്നും അല്ലാഹു ഇറക്കിയിട്ടുണ്ട്. കണ്ണേറ്, സിഹർ അത് അല്ലാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ളൊരു പരീക്ഷണമാണ്. ആ പരീക്ഷണം മാറാൻ അതിൻ്റെ മരുന്നും അല്ലാഹു ഇറക്കി നൽകിയിട്ടുണ്ട്. വീണ്ടും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു മനുഷ്യൻ, ഒരു മുഅ്മിനായ മനുഷ്യൻ എപ്പോഴും ദുആ ചെയ്യേണ്ട ഒരു ദുആയുണ്ട്. എന്താണ് ആ ദുആ എന്നറിയോ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിന യാ റബ്ബൽ ആലമീൻ. വലിയ ശ്രേഷ്ഠതയുള്ള ഒരു ദുആയാണ്. അല്ലാഹുവേ ഇന്നി അസ്അലുക, ഞാൻ നിന്നോട് ചോദിക്കുന്നു, അൽ ഹുദാ, അല്ലാഹുവേ ഹുദയെ ഞാൻ ചോദിക്കുക, സന്മാർഗം ചോദിക്കുന്നു. വത്തുഖാ, അല്ലാഹുവേ എനിക്ക് തഖ്വ നൽകണം, എനിക്ക് സൂക്ഷ്മത ജീവിതത്തിൽ നൽകണം. വൽ അഫാഫ, പവിത്രത നൽകണം. വൽ ഗിന, എനിക്ക് ഐശ്വര്യം നൽകണം യാ റബ്ബൽ ആലമീൻ. ഈ ഒരു ദുആ നമുക്ക് ജീവിതത്തിൽ വരുന്ന ഇടങ്ങേറുകൾ തട്ടി മാറ്റപ്പെടാനുള്ളൊരു ദുആയാണ്. അപ്പോൾ ആ ദുആ നമ്മൾ മറന്നു പോകരുത്. നമ്മൾ പലപ്പോഴും ഈ ദുആ നമ്മൾ ചെയ്യാറുള്ളവരാണ്, ചെയ്യാൻ മറന്നു പോവണ്ട. അപ്പോൾ രോഗങ്ങൾ മാറാൻ, പ്രയാസങ്ങൾ മാറാൻ ഒരുപാട് വഴികൾ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ ഈ സിഹർ, കണ്ണേറെന്നൊക്കെ പറഞ്ഞാൽ, സിഹർ എന്നൊക്കെ പറഞ്ഞാൽ സിഹർ ചെയ്യുക, അല്ലെങ്കിൽ സിഹർ, ഒരാൾക്ക് സിഹർ ചെയ്യാൻ വേണ്ടി അമ്പലത്തിലോ അല്ലെങ്കിൽ പള്ളിയിലോ ഏതെങ്കിലും ഒരു മന്ത്രവാദിയുടെ അടുക്കൽ ചെല്ലൽ ഹറാമാണ്. അത് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എത്രയോ ആളുകൾക്കാണ് കുടുംബക്കാർ തന്നെ സിഹർ ചെയ്യുന്നത്. ജ്യേഷ്ഠന് സിഹർ ചെയ്യുന്ന അനുജനുണ്ട്, അനുജന് സിഹർ ചെയ്യുന്ന ജ്യേഷ്ഠനുണ്ട്, അതുപോലെ സഹോദരിമാർ പരസ്പരം സിഹർ ചെയ്യുന്നവരുണ്ട്, അയൽവാസികൾ പരസ്പരം, കുടുംബക്കാർ. ഈ അസൂയയാണ് ഈ സിഹറിൻ്റെയൊക്കെ ഏറ്റവും വലിയ കാരണം. അപ്പോൾ സിഹർ അതെന്താണ്? വൻ പാപമാണ്. അല്ലാഹു തആല ആരെല്ലാം ആ ഒരു പ്രയാസം കൊണ്ട് ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും അല്ലാഹു തആല വലിയ സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കണ്ണേറാണ്. കണ്ണേറിനെ പറ്റിയാണ്. കണ്ണേറും സിഹറും വ്യത്യാസമുണ്ട്. സിഹർ എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര വീര്യം കൂടിയതാണ്. സിഹർ എന്ന് പറഞ്ഞാൽ ഇച്ചിരി വീര്യം കൂടിയതാണ്. കണ്ണേറെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. കണ്ണേറെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചില ആളുകൾ നല്ലത് പറഞ്ഞാലും അതൊരു പക്ഷേ നമുക്ക് കേടായി മാറാം. ഇപ്പോൾ ഒരു നല്ലൊരു പ്രസംഗം, ഞാനൊരു സ്ഥലത്ത് പ്രസംഗിക്കുന്ന സമയം, ഉസ്താദിൻ്റെ പ്രസംഗം കൊള്ളാട്ടോ, നല്ല പ്രസംഗമാണ്, അത് എന്നെ കുറ്റം പറഞ്ഞതല്ല, മറിച്ച് എന്നെപ്പറ്റി നല്ലത് പറഞ്ഞതാണ്, എൻ്റെ പ്രസംഗത്തെപ്പറ്റി പുകഴ്ത്തി പറഞ്ഞതാണ്. പക്ഷെ ആ പുകഴ്ത്തി പറച്ചിലും ഒരു പക്ഷേ നമുക്കെന്തായി മാറാം? അതൊരു പ്രയാസമായി മാറാം.
അതൊരു പ്രയാസമായി മാറാം. അതാണ് കണ്ണേർ എന്ന് പറഞ്ഞാൽ. അത് ഹൈറായ കാര്യം പറഞ്ഞാലും ഷർറായ കാര്യം പറഞ്ഞാലും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഒരു പ്രയാസമാണ് കണ്ണേർ. ഈ കണ്ണേറിന് ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട് മഹത്തുക്കളായ ഉലമാക്കൾ. ഞാനൊന്ന് പറഞ്ഞുതരാം. മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ചീത്ത പ്രകൃതി ഉള്ളവരിൽ നിന്നും അസൂയയോടെ തോന്നിപ്പിക്കുന്ന ചില നോട്ടങ്ങൾ അത് കണ്ണേറാണ്. ചീത്ത പ്രകൃതിയുള്ള ആളുകളുണ്ട്, എപ്പോഴും മറ്റുള്ളവരോട് ദേഷ്യവും കുശുമ്പും അസൂയയുള്ള ആളുകളുണ്ട്. അങ്ങനത്തെ ഒരുപാട് സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്. അപ്പോൾ അവരുടെ ഭാഗത്ത് നിന്നും അസൂയയോടുകൂടിയുള്ള ചില നോട്ടങ്ങൾ, വർത്തമാനം വേണ്ട, സംസാരം വേണ്ട, ചില നോട്ടങ്ങൾ പോലും എന്താണ്, അതൊരു കണ്ണേറായി മാറാമെന്നാണ്. ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, കണ്ണേറുകാരൻ്റെ നോട്ടം, ചിന്ത, വാക്ക് ഇത് മൂലം ഉണ്ടാകുന്ന കെടുതിയാണ് കണ്ണേർ. അതായത് ഒരു മോശപ്പെട്ട മനുഷ്യനിൽ നിന്നുണ്ടാകുന്ന നോട്ടം, ചില നോട്ടം ഒന്ന് തുറിച്ച് നോക്കിയാൽ അത് കണ്ണേറായി മാറും. ചിലപ്പോൾ ഒന്നും പറയൂല, നോക്കൂല, മനസ്സിൽ ചിന്തിച്ചാൽ മതി, ഓ അവനിക്ക് അങ്ങനെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ചിന്തിച്ചാൽ മതി, അപ്പോൾ തന്നെ അത് കണ്ണേറായി മാറാം. അപ്പോൾ കണ്ണേർ, സിഹർ ഇതൊക്കെ ഉള്ളത് തന്നെ. അൽ ഐനു ഹഖ്ഉൻ എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി കണ്ണേറിന് ഒരുപാട് ലക്ഷണങ്ങളുണ്ട്. നബി തങ്ങൾ പറയുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൽ ഐനു ഹഖ്ഉൻ എന്ന ഹദീസിൻ്റെ താഴെ മഹത്തുക്കളായ ഉലമാക്കൾ വിശദീകരിച്ചിരുന്നു, കണ്ണേർ ഏറ്റാലുള്ള ഒരുപാട്, അത് നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ കണ്ണേർ ബാധിക്കാം. അതുപോലെ നമുക്ക് എന്തെങ്കിലും ഒരു നല്ല ഒരു അനുഗ്രഹം കിട്ടിയാൽ, ഇപ്പോൾ നല്ലൊരു വീട് വെച്ചു, അല്ലെങ്കിൽ നല്ലൊരു ജോലി കിട്ടി, നമ്മുടെ വിവാഹം കഴിഞ്ഞു, അപ്പോഴൊക്കെ ഈ കണ്ണേർ ബാധിച്ചേക്കാം. അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ അവർ നല്ലതുപോലെ പഠിക്കുന്നു, ഫുൾ A+ കിട്ടി, നമ്മുടെ കുട്ടികൾക്കും കണ്ണേർ ഉണ്ടാകാം. അങ്ങനെ എല്ലാവർക്കും കണ്ണേറുണ്ട്. കണ്ണേർ പ്രായപരിധിയൊന്നുമില്ല, എല്ലാവർക്കും ഉണ്ടാവാവുന്ന ഒരു വലിയ പ്രയാസമാണ് കണ്ണേർ. കണ്ണേറുണ്ടായ വല്ലാത്ത ക്ഷീണമുണ്ടാകും, കൂടുതൽ ഉറങ്ങാൻ തോന്നും, ചിലപ്പോൾ ഉറക്കം തീരെ ഉണ്ടാവില്ല, ഭക്ഷണത്തോട് അതൃപ്തിയില്ല, കഴിക്കാൻ ഒട്ടും തോന്നിയില്ല, ചിലപ്പോൾ ഭക്ഷണം ഒരുപാട് കഴിക്കും. ചെറിയ കുട്ടികളാണെങ്കിൽ, കുഞ്ഞു കുട്ടികളാണെങ്കിൽ നിർത്താതെ കരഞ്ഞുകൊണ്ടിരിക്കും, അതൊരു കണ്ണേറിൻ്റെ അടയാളമാണ്. പിന്നെയോ ഇബാദത്തുകൾ ചെയ്യാനൊരു മടിയാണ്. അപ്പോൾ ഇനി ഈ കണ്ണേർ ബാധിച്ച ഒരാളെ, ഇപ്പോൾ നമ്മൾ ഒരാളെ മന്ത്രിക്കുകയാണ്, ഇപ്പോൾ മന്ത്രിക്കുമല്ലോ, ഉസ്താദ്മാരൊക്കെ മന്ത്രിക്കുമ്പോൾ പ്രത്യേകം പറയാറുണ്ട് കണ്ണേർ ഉണ്ടോ ഇല്ലയോ എന്ന്. അത് ഒരാളൊരു പ്രയാസം വന്നു, ഉസ്താദ് എനിക്ക് ഭയങ്കര തളർച്ചയുണ്ട്, എന്നെ ഒന്ന് മന്ത്രിക്കണമെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരാൾ വരുമ്പോൾ ആ ഉസ്താദ് അയാളെ മന്ത്രിക്കുന്ന സമയത്ത് ഈ ഉസ്താദിന് ഒന്നുകിൽ കോട്ടുവ ഇങ്ങനെ അധികരിച്ചു വരും, അത്ര നേരം ഒരു കുഴപ്പമില്ല, പക്ഷെ മന്ത്രിക്കുന്ന സമയത്ത് ഇങ്ങനെ കോട്ടുവ അധികരിച്ചു വരും, അല്ലെങ്കിൽ ഓതുന്ന ആയത്തുകളും സൂറത്തുകളൊക്കെ തെറ്റിപ്പോകും. ഇതൊക്കെ എന്താണ്, കണ്ണേറുണ്ട് എന്നതിൻ്റെ അടയാളമാണ്. ഇനിയാണ് നമ്മുടെ വിഷയത്തിലേക്ക് വരുന്നത്. കണ്ണേർ മാറാൻ 3 വഴികളാണ് മഹത്തുക്കളായ ഉലമാക്കൾ പഠിപ്പിക്കുന്നത്. ഒന്നാമത്തേത്, എൻ്റെ ഉമ്മമാരെ ഉപ്പമാരെ ശ്രദ്ധിച്ചു കേട്ടോ, ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ എടുക്കണം. കണ്ണേർ ബാധിച്ചവനോ അല്ലെങ്കിൽ കണ്ണേർ ബാധിച്ചവർക്ക് വേണ്ടി മറ്റുള്ളവരോ ചെയ്തു കൊടുക്കാവുന്ന ഒരു കാര്യമാണ്. ഒന്നാമത്തേത്, ഒരു ഗ്ലാസ് വെള്ളം എടുക്കണം. ആ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് 7 പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ നമ്മൾ ഓതണം. 7 പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ ഗ്ലാസ്സിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിക്കുക. 7 പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ, 3 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതുക. അതുപോലെ സൂറത്തുൽ ഫലഖ് 1 പ്രാവശ്യം, സൂറത്തുൽ നാസ് 1 പ്രാവശ്യം, ആയത്തുൽ കുർസി 7 പ്രാവശ്യം. അതുപോലെ തന്നെ അലം നശ്റഹ് ലക സദ്റക എന്ന് പറയുന്ന സൂറത്തുണ്ടല്ലോ, സൂറത്തു ശറഹ്, അത് 7 പ്രാവശ്യം. പിന്നെ ചെയ്യേണ്ടത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, വെറുതെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന ആ ഒരു വാചകം 7 പ്രാവശ്യം ഓതണം. അത് കഴിഞ്ഞോ 3 പ്രാവശ്യം ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം, അത് 3 പ്രാവശ്യം. പിന്നെ മറ്റൊന്ന് അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്, അത് 3 പ്രാവശ്യം. അതുപോലെ സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം എന്ന് 7 പ്രാവശ്യം. ഇത് നമ്മൾ എന്ത് ചെയ്യുക, ഈ പറയപ്പെട്ട ദിക്റുകളും ആയത്തുകളും സൂറത്തുകളും ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞ് നമ്മൾ ഓതി മന്ത്രിക്കുക. എന്നിട്ട് ആ കണ്ണേർ ബാധിച്ചവനോ അല്ലെങ്കിൽ കണ്ണേർ ബാധിച്ചവർക്ക് മറ്റുള്ളവരാണ് ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ ആ മന്ത്രിച്ച വെള്ളം എന്ത് ചെയ്യുക, കുടിക്കുക. കുടിച്ചതിന് ശേഷം കുറച്ചെടുത്ത് ശരീരത്തിൽ തേക്കുക. ഇങ്ങനെ തുടർച്ചയായി 3 ദിവസം ചെയ്തിട്ട് മാറിയില്ല എങ്കിൽ 7 ദിവസമോ ചെയ്യേണ്ടതാണ്. 7 ദിവസത്തിനുള്ളിൽ ഇൻഷാ അല്ലാഹ് ഈ ഒരു കണ്ണേറിൻ്റെ പ്രയാസം മാറുന്നതാണ്. ഒന്നുകൂടി ഞാനിത് പറഞ്ഞു തരാം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. ഒന്നാമത്തേത്, എഴുതാനുള്ളവരൊക്കെ വേണമെങ്കിൽ ഒന്ന് എഴുതി വെച്ചോ അല്ലെങ്കിൽ പഠിച്ചു വെച്ചോ. ഒന്നാമതായി ചെയ്യേണ്ടത് സൂറത്തുൽ ഫാത്തിഹ 7 പ്രാവശ്യം.
സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അതെന്ന് പറയുന്ന സൂറത്ത് 3 പ്രാവശ്യം, സൂറത്തുൽ ഫലഖ് 1 പ്രാവശ്യം, സൂറത്തുൻ നാസ് 1 പ്രാവശ്യം, ആയത്തുൽ കുർസി 7 പ്രാവശ്യം, അലം നശ്റഹ് എന്ന് പറയുന്ന സൂറത്ത് 7 പ്രാവശ്യം, അതുപോലെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം 7 പ്രാവശ്യം. പിന്നെയോ ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം എന്ന ആ ദിക്ർ 3 പ്രാവശ്യം, അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ് എന്ന ദിക്ർ 3 പ്രാവശ്യം. അത് കഴിഞ്ഞ് അവസാനമായി ചെയ്യാനുള്ളത് സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം എന്ന ആ ഒരു ആയത്ത്, സൂറത്ത് യാസീൻ നമ്മൾ ഓതുന്ന ആയത്താണ്. ആ ആയത്ത് 7 പ്രാവശ്യം ഓതി നമ്മൾ മന്ത്രിച്ച് വെള്ളം കുടിക്കുക, അത് ശരീരത്തിൽ പുരട്ടുക. ഇതാണ് നമ്മൾ ഒന്നാമതായി ചെയ്യേണ്ടത്. ഇനി രണ്ടാമതായി ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഇത് ഏത് സമയത്തും ചെയ്യാം കേട്ടോ, ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ അങ്ങനെയൊന്നുമില്ല, ഏത് സമയത്തും നമുക്ക് ചെയ്യാം. ഒരു ദിവസം 1 പ്രാവശ്യം ചെയ്യാം, 2 പ്രാവശ്യം ചെയ്യാം, 3 പ്രാവശ്യം ചെയ്യാം, എത്രയാണോ പറ്റുന്നത് ആ ഒരു എണ്ണത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ കണ്ണേറ് ബാധിച്ച ആളുകൾ അവരെന്ത് ചെയ്യുക, കണ്ണേറും സിഹ്റ് ബാധിച്ച ആളുകളൊക്കെ വുളു എടുക്കൂലേ, നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് പൈപ്പ് തുറന്ന് ബക്കറ്റ് താഴെ വെക്കുക, ബക്കറ്റ് ആ പൈപ്പിൻ്റെ താഴെ വെക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഉദു എടുക്കുക. അപ്പോൾ നമ്മൾ ഉദു എടുക്കുന്ന വെള്ളം എന്താവും, ആ ബക്കറ്റിലേക്ക് വീഴും. പറഞ്ഞതിൻ്റെ സാരം, നമ്മൾ ഉദു എടുക്കുന്ന വെള്ളം നമ്മൾ ശേഖരിച്ച് വെക്കും, അതായത് ബക്കറ്റിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചരുവത്തിലോ നമ്മൾ പിടിച്ചു വെക്കും. ഉദു എടുക്കുന്ന, നമ്മൾ കൈ കഴുകുന്ന വെള്ളം, അതുപോലെ മുഖം കഴുകുന്ന വെള്ളം, കൈ കഴുകിയ വെള്ളം, അതുപോലെ തന്നെ കാല് കഴുകിയ വെള്ളം, ഇതൊക്കെ നമ്മളൊരു ബക്കറ്റിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വലിയ പാത്രത്തിലേക്കോ നമ്മൾ എടുത്തു വെക്കുക. എന്നിട്ട് നമ്മൾ കുളിക്കുന്ന സമയത്ത് ആ വെള്ളം നമ്മുടെ ശരീരത്തിൽ ആദ്യം ഒഴിക്കുക. ആ വെള്ളം നമ്മുടെ ശരീരത്തിൽ ആദ്യം ഒഴിക്കുക. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് സാധാ നല്ല വെള്ളം കൊണ്ട് കഴുകി ശുദ്ധിയാക്കി എടുക്കാം. അപ്പോൾ കുളിക്കുന്ന സമയത്ത് ആദ്യമായി വുളു എടുത്ത വെള്ളം കൊണ്ട് നമ്മുടെ ശരീരം കഴുകുക. ഇതെന്താണ്, കണ്ണേറ് തടയാനുള്ള ഒരു വഴിയാണെന്ന് മഹത്തുക്കളായ ഉലമാക്കൾ നമുക്ക് പറഞ്ഞു തരുകയാണ്. അപ്പോൾ രണ്ടാമത്തെ കാര്യം മനസ്സിലായില്ലേ. ഇനി മൂന്നാമത്തേത് പറഞ്ഞാൽ നമ്മുടെ സാഹചര്യങ്ങൾ ഒഴിവാക്കുക, കണ്ണേറ് കിട്ടാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക. അതായത് നമ്മുടെ കുട്ടികളുടെ DP ഇടുന്ന ആൾ, ഇപ്പോൾ ഞാനും എൻ്റെ കുട്ടിയുടെ മോൻ്റെ പലപ്പോഴും വാട്സപ്പിൽ DP ഇടാറുണ്ട്. പക്ഷെ അങ്ങനെ നമ്മൾ ഫോട്ടോ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം അള്ളാഹിനോട് കാവൽ ചോദിക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്നൊക്കെ ഒരു ദിക്റും ദുആയൊക്കെ പറഞ്ഞിട്ട് ഇടാവും. കാരണം നമ്മുടെ കുട്ടികളെ കാണുമ്പോൾ ചിലപ്പോൾ മറ്റുള്ളവരുടെ കണ്ണിൽ നല്ല രസമായിട്ട് തോന്നും, അല്ലേ? ആളുകളുടെ കണ്ണിൽ നല്ല രസമാണ്, ഉസ്താദിൻ്റെ കുട്ടി, അവൻ്റെ കുട്ടി, ഇവൻ്റെ കുട്ടി എന്നൊക്കെ പറയും. അപ്പോൾ ആ പറച്ചിൽ തന്നെ എന്താവും, നമ്മുടെ കുട്ടികൾക്ക് അത് കണ്ണേറായി ബാധിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ കുട്ടികൾ നല്ല പഠിക്കുന്നവരാണ്. അള്ളാഹു എല്ലാ മക്കൾക്കും എല്ലാവിധ ഖൈറും കൊടുക്കട്ടെ, ബറക്കത്തും കൊടുക്കട്ടെ, എല്ലാവിധ ഇടങ്ങേറുകൾ തൊട്ടും അള്ളാഹു കാക്കട്ടെ. അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ പ്രത്യേകം അവരെ ആയത്തുൽ കുർസിയൊക്കെ ഓതി മന്ത്രിച്ചിട്ടായിരിക്കണം നമ്മുടെ കുട്ടികളെ സ്കൂളിലേക്കും കോളേജുകളിലേക്കും, അത് എത്ര വലിയ കുട്ടിയാണെങ്കിലും ചെറിയ കുട്ടിയാണെങ്കിലും സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും പറഞ്ഞു വിടാവൂ. കാരണം സാഹചര്യം പലതാണ്. നമ്മുടെ കുട്ടികളുടെ ചിലപ്പോൾ ശാരീരിക സൗന്ദര്യം കണ്ടോ, അല്ലെങ്കിൽ അവർ പഠിക്കുന്ന പഠിത്തം കണ്ടോ, അല്ലെങ്കിൽ അവരുടെ സംസാര ശൈലി കണ്ടോ, സംസാരം കണ്ടോ, അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റ ശൈലി പല രൂപത്തിലാണല്ലോ, ആളുകൾക്ക് പല ഹാലുകളാണ്. അപ്പോൾ ഏതൊരു വിഷയത്തിലാണ് നമ്മുടെ കുട്ടികൾക്ക് കണ്ണീർ കിട്ടിയെന്ന് നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മുടെ കുട്ടികളെ പ്രത്യേകം ഈ കാര്യങ്ങൾ ചെയ്യുക. അതായത് സ്കൂളുകളിൽ പോകുമ്പോൾ, കോളേജിൽ പോകുമ്പോൾ, മദ്രസയിലൊക്കെ പോകുമ്പോൾ ആയത്തുൽ കുർസിയും അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഒക്കെ പറഞ്ഞ് നമ്മുടെ കുട്ടികളെ മന്ത്രിക്കുന്നു പറഞ്ഞാൽ ഇരുത്തിയിട്ട് ഇങ്ങനെ ഒഴിഞ്ഞ് അങ്ങനെയൊന്നുമല്ല, വെറുതെ ഒന്ന് ഊതുക, അവരുടെ ശരീരത്തിലേക്ക് എന്ന് പറഞ്ഞൊന്ന് ഊതിയിട്ട് നമ്മൾ പറഞ്ഞു വിടുക. പ്രത്യേകം ഉമ്മമാർ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും. പിന്നെ ചെറിയ കുട്ടികളൊക്കെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ പരമാവധി എന്താ പറയുക, പൊതുസ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാതെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാലും, നമ്മളിപ്പോൾ കല്യാണത്തിൽ പോകുന്നവരാണ് അല്ലെങ്കിൽ നമ്മൾ ടൂർ പോകുന്നവരാണ്, അപ്പോഴൊക്കെ നമ്മുടെ കുട്ടികളെ കാണും, ആയിക്കോട്ടെ. പക്ഷേ ആ സമയത്തൊക്കെ നമ്മൾ പ്രത്യേകം ഒരു എന്താ പറയുക, അള്ളാഹുവേ എൻ്റെ കുട്ടിയെ കാക്കണേ എന്നുള്ള ഒരു മാനസികമായ തേട്ടം ഉണ്ടാവണം. അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ട് നമ്മളോട് ദുആ വസിയത്ത് പറഞ്ഞിട്ട്, നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് പേരാണ് ദുആരക്കാൻ പറഞ്ഞവർ. എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റി കൊടുക്കുമാറാവട്ടെ. എല്ലാവരുടെയും അല്ലാഹു തആല ഹലാലായ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ. വീടില്ലാത്തവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, അതുപോലെ ജോലിയില്ലാത്തവരുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് പ്രതിസന്ധികൾ പറഞ്ഞവർ, എല്ലാവരുടെയും പ്രയാസങ്ങൾ അല്ലാഹു തആല മാറ്റി സുഖവും സന്തോഷവും സമാധാനവും പ്രദാനിക്കുമാറാവട്ടെ. അല്ലാഹു തആല
തആല നമ്മൾ കേൾക്കുന്ന ഈ അറിവുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. മറ്റുള്ളവരിലേക്ക് ഇതുപോലുള്ള വീഡിയോകൾ എത്തിച്ചു കൊടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ.